മഹാത്മാഗാന്ധിയെ കൊന്നത് RSS എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചതിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് RSSന്റെ വക്കീൽ നോട്ടീസ് പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നാൽ പോലും മാപ്പ് പറയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ അറിയിച്ചു. ജനുവരി 30 ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഗാന്ധിയെ കൊന്നത് RSS എന്ന ശീർഷകത്തിൽ മലപ്പുറത്ത് നടത്തിയ ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചതിനെതിരെയാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും മാപ്പ് പറയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അറിയിച്ചു. സഹകാര്യവാഹക് മലപ്പുറം എന്ന അഡ്രസ്സിൽ നിന്ന് ഒരു വക്കീൽ നോട്ടീസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ എനിക്കും മറ്റു 3 ജില്ലാ വൈസ് പ്രസിഡന്റുമാർക്കും രജിസ്റ്റേർഡായി ലഭിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് RSS ഗാന്ധിയെ കൊന്നു എന്ന് പറഞ്ഞ് പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ അപ്പോളജി ചെയ്യണം, പബ്ലിക് അപ്പോളജി ചെയ്യണമെന്നതാണ്. പൊതു മധ്യത്തിൽ മാപ്പ് പറയണമെന്നും അല്ലാത്ത പക്ഷം മാനനഷ്ട കേസായി 1 കോടി രൂപയുടെ കേസുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഉള്ളടക്കത്തോട് കൂടിയിട്ടുള്ള ഒരു നോട്ടീസാണ് എനിക്കുൾപ്പെടെയുള്ള മറ്റു 3 പേർക്ക് ജില്ലാ വൈസ് പ്രസിഡന്റുമാർക്ക് ലഭിച്ചിട്ടുള്ളത്. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും പരസ്യമായി മാപ്പ് പറയണമെന്നുമാണ് വക്കീൽ നോട്ടീസിൽ പരാമർശിക്കുന്നത്. RSS മലപ്പുറം സഹകാര്യവാഹക കാര്യാലയമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സവർക്കറുടെ അരുമശിഷ്യനായ നഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ കൊന്നു എന്ന് പറയാൻ ഒരു സംഘപരിവാറുകാരന്റെയും അനുമതി ആവശ്യമില്ല എന്നും ഹാരിസ് പറഞ്ഞു. മലബാർ ടൈംസ്, മലപ്പുറം.